അഖിലേന്ത്യാ പ്രചാരക സഭയുടെ ശക്തമായ ചില നിലപാടുകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നൊരു വ്യക്തമായ കാര്യമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ വാർത്തയായിട്ട് മാറിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ വ്യാപകമായ സ്വർണ്ണക്കൊള്ള. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നെയ്യാറ്റിങ്കര ഗ്രൂപ്പിലെ 20-ലധികം ക്ഷേത്രങ്ങളിലെ തിരുവാഭരണങ്ങൾ കാണാനില്ല എന്ന്, അതായത് പാറശാല മഹാദേവ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ സ്വർണവും വെള്ളിയും ആഭരണങ്ങൾ കാണാതായി എന്ന് തിരുവാഭരണ കമ്മീഷണറാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്, കാണാനില്ലെന്ന്. ഇപ്പോൾ ഇവിടുത്തെ പൊതുജനങ്ങളോ ഭക്തജനങ്ങളോ ഇല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയല്ല. ആ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യം ഭക്തന്റെ മനസ്സാണ് വേദനപ്പെടുത്തിയിരിക്കുന്നത്. കാര്യം അവൻ്റെ വിശ്വാസത്തിനെയാണ് വഞ്ചിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ ഓരോ ഭക്തനും അവൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ട് കൊടുക്കുന്ന സ്വർണവും വെള്ളിയും അല്ലെങ്കിൽ തിരുവാഭരണം അത് എവിടെയാണെന്ന് ചോദ്യവുമായിട്ടാണ് ഞങ്ങളിന്ന് മുന്നോട്ട് വന്നിരിക്കുന്നത്. കാര്യം പല പല ക്ഷേത്രങ്ങളിലെയും തിരുവാഭരണങ്ങൾ ഇന്ന് അവിടെ ഇല്ല എന്നത് തന്നെ ഇതിലൂടെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് സമഗ്രമായ ഒരു അന്വേഷണം തന്നെ വേണമെന്ന് അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും പരാതിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് പൊതുജനങ്ങളിൽ എത്തിയാൽ മാത്രമേ ആ പരാതിക്ക് ഫലം ഉണ്ടാവുള്ളൂ എന്ന് തന്നെയാണ് സത്യാവസ്ഥ. കാര്യം എന്തായാലും വേണ്ട രീതിയിൽ നടപടി ഉണ്ടാകുന്നൊരു വിശ്വാസം തന്നെയുണ്ട്. ഹിന്ദു വിശ്വാസങ്ങളെ സംരക്ഷിക്കാവുന്നൊരു നിലപാട് തന്നെയാണ് ഞങ്ങളുടെ ആദ്യത്തെ അജണ്ട. കൂടാതെ ദേവസ്വം ബോർഡ് ശാന്തി നിയമനത്തിൽ ഒരു ചെറിയ കാര്യങ്ങൾ, യോഗ്യതാ മാനദണ്ഡത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഇന്നിവിടെ മുന്നിൽ വയ്ക്കുന്നത്. ദേവസ്വം ബോർഡ് ശാന്തി നിയമനത്തിന് വ്യക്തമായ സിലബസും 1 വർഷത്തെ കോഴ്സും നിലവിലിരിക്കുകയാണ്. 2 ദിവസത്തെ ക്ലാസ് നടത്തിക്കൊണ്ട് ദേവസ്വം ബോർഡ് ശാന്തി നിയമനത്തിന് ദേവസ്വം തന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് യോഗ്യത അല്ല എന്നിരിക്കെ ദേവസ്വം അംഗീകൃത തന്ത്രി എന്ന് പറഞ്ഞ് ഒപ്പിട്ടുകൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ഈ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ശാന്തി നിയമനം പലയിടങ്ങളിലും നടന്നതായിട്ടുള്ള പരാതികൾ തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശാന്തി നിയമനത്തിന് ഒരു യോഗ്യത ദേവസ്വം ബോർഡ് കൽപ്പിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും 1 വർഷത്തെ നിരന്തരമായ ക്ലാസ്സുകളും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും കൊടുത്തുകൊണ്ട് പലരും മുന്നോട്ട് വന്നെങ്കിലും അവരിൽ നിന്ന് പുറത്തു നിൽക്കുന്ന അവസ്ഥ തന്നെയാണ്. അത് നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും നിലനിൽക്കെ ദേവസ്വം ബോർഡ് ശാന്തി നിയമനത്തിന് ദേവസ്വം തന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് യോഗ്യതയല്ലെന്നിരിക്കെ ദേവസ്വം അംഗീകൃത തന്ത്രി എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് പല ക്ഷേത്രങ്ങളിലും ശാന്തി നിയമനം നടന്നതായിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിനെതിരെ ശക്തമായ ഒരു സമഗ്രമായ അന്വേഷണം വന്നുകൊണ്ട് യോഗ്യതയുള്ളവർക്ക് അല്ലെങ്കിൽ യോഗ്യതയുള്ളവരെ കണ്ടെത്തി ശാന്തി നിയമനം നടത്തണമെന്ന് തന്നെയാണ് അഖിലേന്ത്യാ പ്രചാരക സഭയുടെ ആവശ്യം. ഇപ്പോൾ ഇടയ്ക്ക് ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞു വന്നെങ്കിലും ഗുരുവായൂർ ദേവസ്വം ബോർഡിനകത്ത് അഹിന്ദു നിയമനം, അതായത് ലീഗിൻ്റെ പ്രതിനിധികളെ വയ്ക്കാൻ പോകുന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്നെയാണ് പറഞ്ഞത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിനകത്ത് ലീഗ് പ്രതിനിധികളെ ചേർക്കാൻ പോകുന്നു, ഇല്ലെങ്കിൽ നിയമനം നടത്താൻ പോകുന്നു എന്നൊരു വാർത്ത. അത് അന്വേഷിച്ച് വന്നപ്പോൾ ഫേക്ക് ന്യൂസ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളെല്ലാം അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഗുരുവായൂർ ദേവസ്വം അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം, കൊച്ചി ദേവസ്വം, എല്ലാ ദേവസ്വങ്ങളുടെയും ദേവസ്വം രജിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ദേവസ്വം മുന്നോട്ട് വരുന്ന സമയത്ത് ഒരു ആക്ട് അനുസരിച്ചാണ് ദേവസ്വം ബോർഡ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ ദേവസ്വം ബോർഡിൻ്റെയും ആക്ട് അനുസരിച്ച് അഹിന്ദു നിയമനം പാടില്ല എന്നൊരു ചട്ടം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ചട്ടം നിലനിർത്തിക്കൊണ്ട് തന്നെ ഹിന്ദു വിശ്വാസികളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യവും ഞങ്ങളുടെ അഭിപ്രായവും. വാഗൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്.
ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.